ആയിരക്കണക്കിന് ആൾക്കാർ കുവൈത്തിലെ ജയിലുകളിൽ കഴിയുന്നതായി അപ്രഖ്യാപിത നിതാക്കാത്തിന്റെ ഭാഗമായി കുവൈത്തിൽ നിന്നും മടങ്ങിയെത്തിയ മലയാളികൾ പറയുന്നു. മതിയായ രേഖയുള്ളവരെ പോലും കയറ്റിവിടുന്നതായി അവർ പറഞ്ഞു. കഴിഞ്ഞ 14-ാം തീയതിയാണ് എന്നെ പിടിക്കുന്നത്. ഞങ്ങൾ കുറേ പേര് 450ഓളം പേര് അന്ന് പിടിക്കുന്നുണ്ട്. ജോലി സ്ഥലത്ത് ഷൊയേഖ് എന്ന് പറയുന്ന സ്ഥലത്ത്, കുവൈറ്റ് ഷൊയേഖ് എന്ന സ്ഥലത്ത് വെച്ചാണ് പിടിക്കുന്നത്. ഒരു കാരണവും ഇല്ലാതെ സിവിൽ ഡ്രസ്സിൽ വന്നിട്ട് ഞങ്ങളെ കയ്യിൽ പിടിച്ചിട്ട് യാത്രാ രേഖകൾ നോക്കുന്നുണ്ട്. നോക്കിയിട്ട് ഒന്നും മിണ്ടുന്നില്ല. അതേപോലെ നമ്മളെ ഇത് വണ്ടി കയറ്റി നേരെ ജയിലിൽ കൊണ്ടിടുകയാണ്. ഒന്നും മിണ്ടാൻ പറ്റില്ല. ജയിലിൽ കൊണ്ടിടുമ്പോൾ തന്നെ നമ്മളെ ടെലഫോൺ വാങ്ങിച്ച് അപ്പോഴേ തറയിൽ അടിച്ച് ഉടയ്ക്കുന്നുണ്ട്. ഒന്നും വെള്ളം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ കവാല ഇതിൽ നമ്മളെ ചൗക്കറ്റിൽ അടിക്കുന്നുണ്ട്. 25,000-ത്തിലധികം കിടക്കുന്നു. ഇന്ത്യക്കാർ 100 ആൾക്കാർ അടയ്ക്കുന്ന സെല്ലിനകത്ത് 400 ആൾക്കാരെയാണ് അവർ അടച്ചിരിക്കുന്നത്. കുവൈത്തിൽ നിന്ന് ഡൽഹിയിലെത്തിയവർക്ക് നാട്ടിലെത്താനുള്ള ചെലവ് നോർക്ക വഹിക്കുമെന്ന് നോർക്ക ഡെപ്യൂട്ടി സെക്രട്ടറി പി രാമചന്ദ്രൻ അറിയിച്ചു. നോർക്ക റൂൾസ് അവർക്ക് പോക്കറ്റ് മണിയായിട്ട് 2000 രൂപ കൊടുക്കുന്നുണ്ട്. നാട്ടിലെത്തിച്ചേരാനായിട്ട് ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇവിടെ താമസിക്കുന്ന താമസ സൗകര്യവും പിന്നീട് ഭക്ഷണവും നോർക്ക റൂൾസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. നോർക്ക അവിടെ കുവൈറ്റിൽ ഇനിയും ഇതുപോലെ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ വിഷയങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള അതും ഇടപെടൽ എന്ന് പറയുമ്പോഴും ഇപ്പോഴാണ് നമ്മളുടെ ശ്രദ്ധപ്പെട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് അക്കാര്യത്തിലാണെങ്കിൽ നടപടി സ്വീകരിക്കും. അപ്രഖ്യാപിത നിതാക്കാത്തിൽ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ മലയാളികൾക്ക് കേരള ഹൗസിൽ താമസ സൗകര്യമൊരുക്കി. നോർക്കയുടെ ആഭിമുഖ്യത്തിലാണ് ഇവർക്ക് സൗകര്യമൊരുക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി മുജീബ് റഹ്മാൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും. മുജീബ്, കടുത്ത പ്രയാസങ്ങളാണ് അവിടുത്തെ കുവൈത്തിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ നേരിടുന്നതായി അവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നു. തൊഴിൽ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയതിൻ്റെ ഭാഗമായിട്ടാണോ ഈ പ്രയാസങ്ങൾ അവർ നേരിടേണ്ടി വന്നത്? എന്താണ് അവർ നൽകുന്ന വിവരങ്ങൾ? മുഹാജിർ, ഏതാനും ദിവസങ്ങളായി കുവൈറ്റിൽ നിന്ന് ധാരാളം ആളുകൾ ഇന്ത്യയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് എത്തിയ ഈ സംഘത്തിൽ നിന്നാണ് ഇങ്ങനെ കൂടുതൽ ആളുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. 61 ആളുകളാണ് ഇന്ന് ഇത്തരത്തിലുള്ള കുവൈത്തിൽ നിന്ന് പിടിച്ച് കയറ്റി നാട്ടിലേക്ക് വിട്ടിരിക്കുന്നത്. ഇതിൽ 12 പേരാണ് മലയാളികളായിട്ടുള്ളത്. ഇവരിപ്പോൾ കേരള ഹൗസിൽ വന്നിരിക്കുന്നു. ഇവരുടെ നാട്ടിലേക്ക് എത്താനുള്ള ഇവരുടെ ചെലവുകളും മറ്റു കാര്യങ്ങളുമെല്ലാം നോർക്ക വഹിക്കുമെന്ന് 2000 രൂപയും അവർക്കുള്ള ടിക്കറ്റും ഭക്ഷണവും താമസ സൗകര്യവുമാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൗദി അറേബ്യയിൽ തൊഴിൽ നിയമ പ്രശ്നങ്ങൾ കൊണ്ട് കൂടുതൽ ആളുകൾ പ്രയാസപ്പെടുന്ന വാർത്തകളാണ് ഏതാനും മാസങ്ങളായി ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേസമയം കുവൈത്ത് പോലുള്ള നാടുകളിലും ഇത്തരത്തിലുള്ള നിയമ ലംഘകരെയും അതുപോലെ തന്നെ നിയമാനുസൃതമായി തന്നെ ജോലി ചെയ്യുന്ന ആളുകളെയും നാട്ടിലേക്ക് കയറ്റിവിടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ എന്നോടൊപ്പമുള്ള ആളുകൾ പലരും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരിൽ പലരുടെയും വിസ കാലാവധി പോലും കഴിഞ്ഞിട്ടില്ല. ഡ്രൈവിംഗ് ലൈസൻസ് അവരുടെ കാലാവധി കഴിഞ്ഞിട്ടില്ല. അവർ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവിടെ നിന്ന് പിടിച്ച് ജയിലിലേക്ക് അയക്കുകയും അവിടെ നിന്ന് പിന്നീട് 1 മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് പലരും ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അവരുടെ പ്രതികരണങ്ങളേൽക്ക്. നാസർക്ക, എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്? ഞാൻ ഒന്ന് 17-18 ദിവസം കൊണ്ട് ജയിലിലായിരുന്നു. ഞാൻ അവിടെ ഡ്രൈവറാണ്. ഞാൻ വണ്ടി ഓടിച്ചിരുന്ന സമയത്താണ് സിവിൽ ഡ്രസ്സിൽ വന്നിട്ടാണ് പോലീസുകാരെ പിടിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയില്ല. പിടിച്ച് നേരെ കൊണ്ടുവന്ന് ജയിലിൽ കൊണ്ടിടുകയാണ് ചെയ്ത്. എന്നിട്ട് ഞങ്ങളെ ഫോണൊക്കെ പിടിച്ച് മാറ്റി അറബിയെ ബന്ധപ്പെടാനോ മറ്റുള്ള കൂട്ടുകാരെ ആരെയും ബന്ധപ്പെടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങളെ നേരെ ജയിലിൽ കൊണ്ടുപോവുകയും അവിടെ ഒരു 100 പേര് താമസിക്കാമെന്നുള്ള സ്ഥലത്ത് ഞങ്ങളൊരു 400 പേരെ കൊണ്ടുവന്ന് അടച്ചിടുകയും തൊട്ടടുത്ത സെല്ലിനും ഇതുപോലെ തന്നെ 500 പേരത്തോളം വളരെയധികം ദുരിതങ്ങൾ പേറിക്കൊണ്ടാണ് ഇവർ ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ജയിലുകളിൽ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണോ അവരെ ഇങ്ങനെ കയറ്റിവിട്ടത് എന്നാണ് അവർ പറയുന്നത്? കൃത്യമായി യാതൊരു തരം മുന്നറിയിപ്പും നൽകാതെ സൗദിയിലുള്ളതുപോലെയുള്ള ഒരു തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പൊന്നും നൽകുന്നതിന് മുമ്പ് തന്നെ ഇവരെ പലരെയും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് കയറ്റിവിടുകയായിരുന്നു. നാട്ടിലേക്ക് യാത്ര തിരിക്കാൻ വേണ്ടി എയർപോർട്ടിലെത്തിയ ആളുകളെ വരെ ഇത്തരത്തിൽ ഇപ്പോൾ പിടിച്ചു കയറ്റി വിട്ട കൂട്ടത്തിലുണ്ട് എന്നതാണ് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത്. പലരുടെ കയ്യിലും അവരുടെ അവിടെയുള്ള പെർമിറ്റ്, അവരുടെ വിസ കാലാവധി അവസാനിച്ചിട്ടില്ല എന്ന് ഇവർ സാക്ഷ്യപ്പെടുന്നുണ്ട്. എൻ്റെത് ഇപ്പോൾ ഇനി 1 വർഷത്തിൽ ജാസ്തിയുള്ള വിസ ഇനി കിടക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, അവരുടെ നിയമത്തിൻ്റെ ഇതെന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ ഇവിടത്തേക്ക് ഫിംഗർ എടുത്ത് അയച്ച് ഇനി നമുക്ക് കുവൈത്തിലേക്ക് പോകാൻ പറ്റില്ല. നാട്ടിലേക്ക് വന്നിരിക്കുന്ന ആളുകൾക്ക് ഇനി അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റാത്ത തരത്തിൽ അവരുടെ ഫിംഗർ പ്രിന്റ് അടയാളം എടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പുതിയ നിയമപ്രകാരം ഇനി ഒരിക്കൽ കുവൈറ്റിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരു പ്രയാസമാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രയാസമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന പ്രവാസികൾ മിക്ക ആളുകളും നമ്മോട് പങ്കുവയ്ക്കുന്നത്. മുഹാജിർ. നന്ദി മുജീബ്. കുവൈത്തിലും തൊഴിൽ നിയമങ്ങൾ കർശനമാക്കുന്നതിൻ്റെ ഭാഗമായി മലയാളികൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു. കടുത്ത പ്രയാസങ്ങളാണ് ഇതുമൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 12 മലയാളികൾ ഇതിനകം ഡൽഹിയിൽ
എത്തിച്ചേർന്നിരിക്കുന്നു. ഇവർ നോർക്കയുടെ ആഭിമുഖ്യത്തിൽ ഇവർക്ക് കേരള ഹൗസിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് മുജീബ് റഹ്മാൻ ഡൽഹിയിൽ നിന്നും.